നമസ്കാരം. വാ. പരിപാടി? നല്ല സന്തോഷത്തിലാണ്. നമ്മുടെ അനൂപിനെ വീട് വെച്ച് ഇന്ന് തറക്കല്ലിടിയില്ല. നമുക്ക് അപ്പൊ അനൂപിനെ ഒന്ന് വിളിച്ചോണ്ട് വരാം. അനൂപേ ഇന്നുണ്ട് സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസം. എന്തുവാ വീടിന്റെ കല്ലിടിയില്ല. വാ ഇതൊക്കെ വന്നോ? അത് കേട്ടോ കല്ലിട്ടോട്ടെ അനൂപേ. ശരി. വാക്കുകൾ കിട്ടുന്നില്ല. ഒരുപാട് സന്തോഷം. ഇങ്ങനൊന്നും വിചാരിച്ചല്ല ഇങ്ങനെ എന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുമെന്ന്. വീടിന്റെ പ്ലാനൊക്കെ കണ്ടോ? അനൂപിന്റെ വണ്ടി ഓടിച്ച് കയറ്റുന്ന രീതിയിലുള്ള ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത്. സന്തോഷമായോ? ഒരുപാട് സന്തോഷം സാറേ. ഞാൻ ഒട്ടും വിചാരിച്ചല്ല എന്റെ സ്വപ്നം നടക്കുമെന്ന്. നമ്മളെ സ്വപ്നങ്ങൾ കാണണം എങ്കിലേ അത് പൂവണിയെത്തുള്ളൂ. സ്വപ്നം കാണാതെ നമ്മളുടെ സ്വപ്നങ്ങൾ പൂവണിയെത്തില്ല. അതറിയോ? അപ്പോൾ കല്ലിട്ടോട്ടെ അനൂപേ. ശരി. ഓക്കെ. തീർച്ചയായിട്ടും വലിയ ആഹ്ലാദവും ഹൃദയം നിറഞ്ഞ സന്തോഷവും. മാവേലിക്കര മോട്ടോർ വാഹന വകുപ്പ് മനോജ് സാറിൻ്റെ ടീമും ഒരുപാട് പുണ്യപ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഏറ്റവും വലിയ പ്രവർത്തനമാണ് ഇന്ന് പ്രിയപ്പെട്ട അനൂപിനെക്കുറിച്ച് നേരത്തെ ഒരുപാട് സ്റ്റോറികൾ വന്നിട്ടുള്ളതാണ്. നമ്മുടെ പ്രിയങ്കരനായ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ് അനൂപിൻ്റെ വിഷയങ്ങൾ ഓരോന്നും. കാരണം അനൂപിനെ ഏറ്റവും നന്നായി ജീവിതത്തിൽ മുന്നേറാൻ സഹായിച്ചിട്ടുള്ള സംവിധാനമാണ് മാവേലിക്കരയിലെ മോട്ടോർ വാഹന വകുപ്പും മനോജ് സാറിൻ്റെ ടീമും. അനൂപ് ഇപ്പോൾ എന്നോട് സംസാരിക്കുന്ന ഒരൊറ്റ കാര്യമാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. ഇങ്ങനെ ഒരു സ്വപ്നം എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നം നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ലായിരുന്നു. അനൂപിൻ്റെ സ്വപ്നമാണ്, അനൂപിനെ സ്നേഹിക്കുന്നവരുടെ സ്വപ്നമാണ്. മാവേലിക്കര മോട്ടോർ വാഹന വകുപ്പ്, CMN ട്രസ്റ്റ്, പമ്പവാസൻ അവരുടെ സഹായത്തോടെ, അവരുടെ വലിയ മനസ്സോടെ ഇവിടെ സംജാതമാകുന്നത്. ഇന്ന് തൊട്ടു മുമ്പ് ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു. ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം നമ്മുടെ കെന്നഡി സ്കൂളിൻ്റെ പ്രിയപ്പെട്ട സിർലും മായ ടീച്ചറും അല്ലേ, അവർ 4 സെൻറ്റ് ഭൂമി പ്രിയപ്പെട്ട അനൂപിന് വേണ്ടി നൽകുന്ന അതും നമ്മൾ കണ്ടതാണ്. പൗലോ കൊയ്ലോ പറഞ്ഞു, നിങ്ങൾ നന്നായി ആഗ്രഹിക്കുമ്പോൾ അത് സമ്മാനിക്കാൻ ഒരുപറ്റം ആളുകൾ നിങ്ങളോടൊപ്പം ചേരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അനൂപ് ആഗ്രഹിക്കുകയല്ലായിരുന്നു. മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരും നന്നായി അനൂപിനെ സഹായിക്കണമെന്ന് ആഗ്രഹിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും അവർ അതിൻ്റെയോടൊപ്പം നിന്നിരുന്നു എന്നുള്ളതാണ്. വളരെ ആത്മാഭിമാനത്തോടെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഒരു എന്താ പറയുക യശസ് ഉയർത്താൻ വേണ്ടി, ജനങ്ങളുടെ മുന്നിലുണ്ടാകുന്ന യശസ്, സാമൂഹ്യ പ്രതിബദ്ധത, ഒരു സർക്കാർ സ്ഥാപനം, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ശ്രീ മനോജ്. ആ മനോജിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ള മാത്രമാണ് മേലുദ്യോഗസ്ഥൻ എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ സാധിച്ചത്. അത് അങ്ങേയറ്റം കടമയോടെയും കർത്തവ്യബോധത്തോടു കൂടി ഞാനത് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ആത്മാർത്ഥത്തോടെ ഞാൻ വിശ്വസിക്കുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഇന്ന് ഗൾഫ് മേഖലകളിൽ ഒഴിച്ചുകൂടാത്ത ഒരു പേരാണ് ശ്രീ പമ്പവാസൻ നായരുടേത്. അദ്ദേഹം വില്ലേജ് വാർത്തകളിലെ ഈ ന്യൂസ് കാണാനിടയാകുകയും അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് അയച്ചു കൊടുക്കുന്ന വഴി എന്നോട് ഈ കാര്യങ്ങൾ അന്വേഷിക്കാൻ പറയുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഇവിടെ നേരിട്ട് വന്ന് കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ഇവിടുന്ന് ചെയ്തു വന്ന മോട്ടോർ വാഹന വകുപ്പാണ്. അപ്പോൾ അവരുടെ സഹായത്തോടു കൂടി ഞങ്ങൾ മനോജിനെ വന്ന് കാണുകയും ഇവിടെ ബിൽഡേഴ്സിനെ കണ്ടുപിടിക്കുകയും ഇവിടെ ഒരു വീടിന് ഞങ്ങൾ ഉറപ്പ് നൽകുകയും ചെയ്യും. അങ്ങനെ ഇത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടായിരിക്കും. ഞങ്ങൾക്കിത് പണി ആരംഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അനൂപിന് എല്ലാ ഭാവങ്ങളും ആശംസിക്കുന്നു. അനൂപിനെ സംബന്ധിച്ചിടത്തോളം അനൂപിൻ്റെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ആത്മാഭിമാനം, ആത്മസംതൃപ്തിയും ഒക്കെയാണ്. അനൂപിനെ സംബന്ധിച്ചുള്ള അനൂപിൻ്റെ വ്യക്തി ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആത്മസംതൃപ്തി കിട്ടിയ ഒരു നിമിഷമാണ്. മോട്ടോർ വാഹന വകുപ്പിനെ സംബന്ധിച്ചുള്ള ഇത് അഭിമാന നിമിഷമാണ്. കാരണം സമൂഹത്തിൽ എന്നും വിമർശനത്തിന് മാത്രം വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു വകുപ്പാണ് മോട്ടോർ വാഹന വകുപ്പ്. മോട്ടോർ വാഹന വകുപ്പിലെയും നമ്മളുടെ ഒരു സാമൂഹ്യ ജീവികളാണ്. സാമൂഹ്യ പ്രതിബദ്ധത ഉദ്യോഗസ്ഥർക്കുണ്ടായിരിക്കണം എന്നുള്ളൊരു സന്ദേശം നൽകുന്നതിന് മോട്ടോർ വാഹന വകുപ്പിന് കഴിഞ്ഞു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രത്യേകത. ഇതിന് എന്നോടൊപ്പമുള്ള എല്ലാ സഹപ്രവർത്തകരുടെയും എല്ലാ സഹപ്രവർത്തകരുടെയും ഒരു സഹകരണം, അവരാണ് എന്നെക്കാട്ടി കൂടുതൽ ഇതിനു വേണ്ടി ഒരു സപ്പോർട്ട് ചെയ്ത് അനൂപിന് നൽകിയിരിക്കുന്നത്. അത് ഞങ്ങളൊരു പൂർത്തിയാക്കാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കല്ലിടിയിൽ നടന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബഹുമാന്യ RTO നേരിട്ടെത്തി, ഇതിന് MLA എത്തി. അപ്പോൾ എല്ലാവരും അനൂപിനോടുള്ള കരുതലിൻ്റെ ഒരു പ്രതിഫലനമാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. വീടിൻ്റെ പ്ലാനൊക്കെ കണ്ടോ? വീടിൻ്റെ പ്ലാൻ തയ്യാറാക്കിയത് നമ്മുടെ പ്രമോദ് ഉണ്ടല്ലോ, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പ്രമോദിൻ്റെ സുഹൃത്താണ് നമ്മുടെ സിയാദ്. നമ്മുടെ കരുനാപ്പള്ളി ഗ്രാൻഡ് ടെക് ബിൽഡേഴ്സാണ് അത് തയ്യാറാക്കിയേക്കുന്നത്. അനൂപിൻ്റെ ഈ വണ്ടി ഓടിച്ച് കയറ്റുന്ന രീതിയിലുള്ള ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവർ തന്നെ ട്രസ്റ്റുകാരും പറഞ്ഞിരുന്നു, പാലക്കാട് നിന്നുള്ള CMN ട്രസ്റ്റ് പറഞ്ഞിരുന്നു അതേ രീതിയിലുള്ള ഡിസൈൻ ചെയ്യണമെന്ന്. എന്തുകൊണ്ടോ അനൂപിന് വളരെ കംഫർട്ടബിളായിട്ടുള്ള ഒരു വീടായിരിക്കും നമ്മളിവിടെ പൂർത്തീകരിക്കാൻ പോകുന്നത്. അനൂപിനെക്കുറിച്ച് ഏറ്റവും നന്നായി സ്റ്റോറി ചെയ്യാനും അനൂപിൻ്റെ പ്രയാസങ്ങൾ നന്നായി
പൊതുസമൂഹത്തോട് സംവദിക്കാനും കഴിയുന്ന നിലയിലേക്ക് മനുഷ്യസ്നേഹം വില്ലേജ് വാർത്തയ്ക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അതെ. അപ്പോൾ അനൂപിനെ കൂടുതൽ നന്നായി അറിഞ്ഞതും അനൂപിനെ സഹായിക്കാൻ മറ്റുള്ളവർ വന്നതും വില്ലേജ് വാർത്തയുടെ ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കൂടിയാണ്. കാരണം അത്രമാത്രം നല്ല ഇടപെടൽ വില്ലേജ് വാർത്തയുടെ ഭാഗമായി